വചനം 238. ഹാഫിളു, സൂക്ഷിച്ചു പോരുവിൻ, കാത്തുപോരുവിൻ, അലസ്വലവാറ്റി, നമസ്കാരങ്ങളെപ്പറ്റി, വസ്വലാറ്റി, നമസ്കാരത്തെയും, അൽ വുസ്തോ, മധ്യ, നടുവിലുള്ള, ശ്രേഷ്ഠമായ, വഖൂമു, നിൽക്കുകയും ചെയ്യുക, ലില്ലാഹി, അല്ലാഹുവിനായി, അല്ലാഹുവിനു വേണ്ടി, ഖാനിതീൻ, ഭക്തരായിട്ട്, ഒതുക്കമുള്ളവരായിക്കൊണ്ട്. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. എല്ലാ നമസ്കാരങ്ങളെയും വിശിഷ്യ മധ്യനമസ്കാരത്തെയും സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിച്ചു പോരുവീൻ. ഒതുക്കത്തോടുകൂടി ഭക്തിയുള്ളവരായ നിലയിൽ അല്ലാഹുവിനു വേണ്ടി നിൽക്കുകയും ചെയ്യുവീൻ. വചനം 239. ഫഇൻ ഖിഫ്തും, ഇനി നിങ്ങൾ ഭയപ്പെട്ടെങ്കിൽ, ഫരിജാലൻ, അപ്പോൾ കാൽനടക്കാരായിക്കൊണ്ട്, ഔ റുക്ബാനൻ, അല്ലെങ്കിൽ വാഹനക്കാരായി, വാഹനമേറിക്കൊണ്ട്, ഫഇദാ അമിൻതും, എന്നാൽ നിങ്ങൾ സമാധാനപ്പെട്ടാൽ, നിർഭയമായാൽ, ഫദ്കുറുല്ലാഹ, അപ്പോൾ അല്ലാഹുവിനെ ഓർക്കുവിൻ, കമാ അല്ലമക്കും, അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ച പോലെ, അറിവു നൽകിയ പോലെ, മാലം തെക്കൂനു, നിങ്ങളായിരുന്നില്ലാത്തത്, തഅലമൂൻ, നിങ്ങൾ അറിയുകയായിരുന്നില്ലാത്തത്. فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. ഇനി നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം കാൽനടക്കാരായിക്കൊണ്ടോ വാഹനമേറിയവരായിക്കൊണ്ടോ ആവാം. എന്നാൽ നിങ്ങൾ ഭയം നീങ്ങി സമാധാനത്തിലായാൽ, നിങ്ങൾക്കറിയുമായിരുന്നില്ലാത്തത് അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നിങ്ങൾ അവനെ സ്മരിക്കുവീൻ. 238, 239 എന്നീ വചനങ്ങളുടെ വിശദീകരണം. കഴിഞ്ഞ ഏതാനും വചനങ്ങളിൽ വൈവാഹികവും സാമുദായികവുമായ ചില വിഷയങ്ങളായിരുന്നു സംസാര വിഷയം. അടുത്ത വചനങ്ങളിൽ അവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും തുടരുന്നുമുണ്ട്. ഇടയ്ക്കുവെച്ച് ഇസ്ലാമിലെ നിത്യാനുഷ്ഠാന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തെക്കുറിച്ചും അത് കൃത്യമായി അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചും ഈ 2 വചനങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുകയാണ്. ഭാര്യ, മക്കൾ, ഗാർഹിക കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ ആദിയായവയിൽ ബദ്ധശ്രദ്ധരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണയിലും നമസ്കാരത്തിലുമുള്ള ശ്രദ്ധ വിട്ടുപോയിക്കൂടാ എന്നൊരു സൂചനയായി ഇത് കണക്കാക്കാം. ഇഖാമത്തിസ്വല, നമസ്കാരം നിലനിർത്തുക എന്ന പ്രയോഗം ഖുർആനിൽ സാധാരണമാണ്. ഇവിടെ കണ്ടതുപോലെ അൽ മുഹാഫളത്തു അലസ്വല, നമസ്കാരത്തെപ്പറ്റി സൂക്ഷിച്ചു പോരുക എന്ന പ്രയോഗം ചുരുക്കം സന്ദർഭങ്ങളിലേ കാണപ്പെടുകയുള്ളൂ. പതിവായും കൃത്യസമയത്തും ചിട്ടയോടെ അനുഷ്ഠിച്ചു പോരുക എന്നത്രേ അതിൻ്റെ സാമാന്യ വിവക്ഷ. നമസ്കാരത്തിനു ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മനുഷ്യൻ്റെയും ശിർക്ക് കുഫറുകളുടെയും ഇടക്കുള്ള അതിർവരമ്പാണ് നമസ്കാരം എന്നത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. മുസ്ലിം. കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നമസ്കാരം അതിൻ്റെ സമയത്ത് ചെയ്യലാണ് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോഴായിരുന്നു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനെയും കുറിച്ച് തിരുമേനി പറഞ്ഞത്. ബുഖാരി, മുസ്ലിം. ഓരോ നമസ്കാരവും അതതിൻ്റെ ആദ്യ സമയത്തു തന്നെ നിർവഹിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്കുണ്ടായിരുന്ന നിഷ്കർഷയും അതിൽ സ്വഹാബികൾക്കുണ്ടായിരുന്ന ഉത്സാഹവും പ്രസിദ്ധമാണ്. നമസ്കാരങ്ങളെപ്പറ്റി സൂക്ഷിച്ചു പോരണമെന്ന് മൊത്തത്തിൽ പറഞ്ഞ ശേഷം അസ്വലാത്തുൽ വുസ്ത, മധ്യനമസ്കാരത്തെപ്പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അൽ വുസ്ത എന്ന വാക്കിന് മധ്യത്തിലുള്ളത് എന്നാണ് സാക്ഷാൽ അർത്ഥമെങ്കിലും ഉത്കൃഷ്ടമായത്, ഉത്തമമായത് എന്നീ ഉദ്ദേശ്യങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് മുമ്പ് 143 വചനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെയും അതാണ് ഉദ്ദേശ്യം. മധ്യനമസ്കാരം ഏതാണെന്നുള്ളതിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അസർ നമസ്കാരമാണ് അതെന്ന് മനസ്സിലാക്കാവുന്നതും
വ്യക്തമാക്കുന്നതുമായ ഒന്നിലധികം ഹദീസുകൾ ഇമാം മുസ്ലിം റഹിമഹുല്ല മുതലായവർ നിവേദനം ചെയ്തിരിക്കുന്നു. ഇമാം ഇബ്നു കസീർ അവ ഉദ്ധരിച്ചു കാണാം. അതിനാൽ പണ്ഡിതന്മാരിൽ അധിക ഭാഗവും അതാണ് ബലപ്പെടുത്തിയിരിക്കുന്നത്. അസർ നമസ്കാരത്തെ പ്രത്യേകം എടുത്തു പറയുവാൻ കാരണം ചില വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിൻ്റെ സമയം ഉച്ചനേരത്തെ വിശ്രമശേഷമായതുകൊണ്ട് അത് കൃത്യസമയത്ത് നിർവഹിച്ചു പോരണമെങ്കിൽ കൂടുതൽ ശ്രദ്ധ പതിക്കേണ്ടതുകൊണ്ടായിരിക്കാം. മറ്റൊരു നിലക്ക് നോക്കുമ്പോൾ പകലത്തെ 2 നമസ്കാരങ്ങളായ സുബ്ഹ്, ളുഹർ എന്നിവയുടെയും രാത്രി നമസ്കാരങ്ങളായ മഗ്രിബ്, ഇശാ എന്നിവയുടെയും മധ്യത്തിലാണ് അസർ നമസ്കാരം സ്ഥിതി ചെയ്യുന്നതും. വല്ലാഹു ആലം. നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഭക്തിയുള്ളവരായിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുവീൻ എന്നു പറഞ്ഞതിൻ്റെ സാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുവാൻ നിൽക്കുന്നത് ഭക്തിയോടുകൂടിയായിരിക്കണം, അച്ചടക്കവും ഒതുക്കവും പാലിച്ചുകൊണ്ടുമായിരിക്കണം എന്നത്രേ. അപ്പോൾ സംസാരം, തിരിഞ്ഞും മറിഞ്ഞും നോക്കൽ, മറ്റു വിഷയങ്ങളിലേക്കു ശ്രദ്ധ കൊടുക്കൽ, ധൃതഗതിയിൽ കഴിച്ചുകൂട്ടൽ, കൈകാലുകൾ മുതലായവ അടക്കി വെക്കാതിരിക്കൽ ആദിയായ കാര്യങ്ങളെല്ലാം നമസ്കാരത്തിൽ വർജിക്കേണ്ടതാണെന്ന് ഇതിൽ നിന്നു മനസ്സിലാക്കാം. ഹദീസുകളിലാകട്ടെ ഇവയെക്കുറിച്ചെല്ലാം പ്രത്യേകം വിവരിച്ചു പറയപ്പെടുകയും ചെയ്തിരിക്കുന്നു. സെയ്ദ് ബിനു അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നമസ്കാരത്തിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഒരാൾ തൻ്റെ സഹോദരനോട് തൻ്റെ ആവശ്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്നുള്ള ഈ വചനം അവതരിച്ചു. അപ്പോൾ ഞങ്ങളോട് അടങ്ങിക്കൊള്ളുവാൻ കൽപ്പിക്കപ്പെട്ടു. ബുഖാരി. ഒരാളോട് ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, ഈ നമസ്കാരത്തിൽ ജനങ്ങളുടെ സംസാരമൊന്നും പറ്റുകയില്ല. അത് തസ്ബീഹും തക്ബീറും ഖുർആൻ പാരായണവുമാകുന്നു. മുസ്ലിം. സുജൂദ് ചെയ്യുമ്പോൾ നിലത്തെ മണ്ണു നിരപ്പാക്കിക്കൊണ്ടിരുന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പ്രാവശ്യമാകട്ടെ. ബുഖാരി, മുസ്ലിം. കൂടുതൽ ചെയ്യുന്നത് അച്ചടക്കത്തിനു നിരക്കാത്തതാണെന്നു സൂചന. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങളിലൊരാൾ നമസ്കാരത്തിൽ കോട്ടുവാ ഇടുന്നതായാൽ കഴിയുന്നിടത്തോളം അവനത് ഒതുക്കി നിർത്തട്ടെ. അവൻ വാ തുറന്ന് ഹാ എന്ന് പറയരുത്, കാരണം അത് പിശാചിൽ നിന്നുള്ളതാകുന്നു. അവൻ അതു നിമിത്തം സന്തോഷിച്ചു ചിരിക്കുന്നതാണ്. ബുഖാരി. നമസ്കാരത്തിൽ ഊരക്ക് കൈകുത്തി നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ടെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ബുഖാരി, മുസ്ലിം. നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നതിനെപ്പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അടിയാന്റെ നമസ്കാരത്തിൽ നിന്ന് പിശാച് തട്ടിയെടുക്കുന്ന ഒരു തട്ടിയെടുക്കലാണത്. ബുഖാരി, മുസ്ലിം. നമസ്കാരം കൃത്യസമയത്തും ഭക്തിയോടും കൂടി അനുഷ്ഠിച്ചു പോരണമെന്ന് കൽപ്പിക്കുമ്പോൾ അതിനു സാധ്യമല്ലാതായി തീരുന്ന ദുർഘടഘട്ടങ്ങളിൽ എന്തു ചെയ്യുമെന്നു സംശയിച്ചേക്കാമല്ലോ. അതിനുള്ള മറുപടിയാണ് 2-ാമത്തെ വചനം. അതായത് ശത്രുക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ അഗ്നി, കാട്ടുമൃഗം, കൊടുങ്കാറ്റ്, മലവെള്ളം, അക്രമി എന്നിങ്ങനെയുള്ള വല്ലതിനെയും കുറിച്ചോ ഭയപ്പെടുകയും നമസ്കാരം യഥാരൂപത്തിൽ നിർവഹിക്കുവാൻ കഴിയാതെ വരികയും ചെയ്താൽ നടന്നുകൊണ്ടോ വാഹനപ്പുറത്തു കയറിയോ സാധിക്കുന്ന പോലെ അത് നിർവഹിക്കണം. എന്നാലും നമസ്കാരം വിട്ടുകളയുവാൻ പാടില്ല എന്നു സാരം. ഈ അവസരത്തിൽ ഖിബിലക്കു തിരിഞ്ഞേ തീരൂ എന്നില്ല. അതുപോലെ തന്നെ സുജൂദ്, റുകൂഅ് മുതലായവയും സാധിക്കുന്നത്ര നന്നായി ചെയ്താൽ മതിയാകും. സൗകര്യമുള്ളയിടത്തോളം എല്ലാം ചെയ്യണമെന്നേയുള്ളൂ. ഭയപ്പാടിൻ്റെ കാരണം നീങ്ങി സമാധാനപ്പെട്ടാൽ അള്ളാഹു പഠിപ്പിച്ചു തന്നതുപോലെ ശരിയായ രൂപത്തിൽ തന്നെ അത് നിർവഹിക്കുകയും വേണം.